നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലെ പല വിവരങ്ങളും നമ്മെ ഞെട്ടിപ്പിച്ചത് തന്നെയാണ്. ഇപ്പോഴും പേരുവിവരങ്ങൾ പുറത്തുവിടാത്തതുകൊണ്ട് ഏറെ ദുരൂഹത തുടരുന്നു എങ്കിലും മലയാളികൾക്ക് പലർക്കും നന്നായിട്ടറിയാം യഥാർത്ഥത്തിൽ മലയാള സിനിമയിലെ വില്ലന്മാർ ആരാണ് എന്ന്. കമ്മിറ്റിയിലെ അംഗമായിരുന്ന പ്രശസ്ത നടി ശാരദ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്തും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വ്യാപകമായിരുന്നു എന്ന്. മലയാള സിനിമ എന്നല്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലൊക്കെ തന്നെ ആരംഭകാലം മുതൽ ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ സജീവമായിരുന്നു എന്ന് പിൽക്കാലത്ത് പല പഴയകാല നടിമാരും അവരുടെ ആത്മകഥ ചില മലയാള പ്രസിദ്ധീകരണങ്ങൾ എഴുതിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഹിന്ദി സിനിമയിലും തെന്നിന്ത്യയിലെ മറ്റ് ഭാഷകളിലൊക്കെ തന്നെ ഇത്തരം ദുഷ്പ്രവണതകൾ വ്യാപകമായിരുന്നു എന്ന് ഇവരുടെ ആത്മകഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് മലയാള സിനിമയിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചുപോയ ചില നടിമാരെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലയാളത്തിലെ പല നടിമാരുടെയും മരണത്തിന് പിന്നിൽ ദുരൂഹത ഉണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിലാദ്യത്തേത് വിജയശ്രീയുടേതാണ്. 1970കളുടെ ആദ്യം നിരവധി മലയാള സിനിമകളിൽ നായികയായിരുന്നു വിജയശ്രീ. അഭിനയ സിദ്ധിയേക്കാൾ സൗന്ദര്യമുണ്ടായിരുന്ന അവരുടെ മേനയഴക് മുതലെടുക്കുകയായിരുന്നു അന്ന് പല മലയാള സിനിമാ നിർമ്മാതാക്കളും ചെയ്തിരുന്നത്. നിരവധി സിനിമകളിൽ അഭിനയിച്ച അവർ ഒടുവിൽ കേരളത്തിലെ ഒരു പ്രശസ്തമായ സിനിമാ നിർമ്മാണ കമ്പനിയുമായി ഇഴഞ്ഞതും അന്ന് ഇത് സംബന്ധിച്ച് പത്രവാർത്തകൾ വന്നതുമൊക്കെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. അവരുടെ ഒരു സിനിമ ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ച ഒരു അബദ്ധം പിന്നീട് അവരെ ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിച്ചു എന്നുള്ള പരാതിയൊക്കെ അന്ന് ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് കേരളം കേൾക്കുന്നത് വിജയശ്രീ മദുരാശിയിലെ അവരുടെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ അവശനിലയിൽ കണ്ടുവെന്നും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു എന്നാണ്. എങ്ങനെയാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ആർക്കും കൃത്യമായ ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രമുഖ മാധ്യമപ്രവർത്തകനായ മധു വൈപ്പന അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയ കൂട്ടത്തിൽ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അന്ന് അദ്ദേഹം മദുരാശിയിൽ സിനിമാ മാധ്യമപ്രവർത്തകനായി സജീവമായിരുന്നൊരു കാലമായിരുന്നു. വിജയശ്രീ മരിച്ച ദിവസം പോലും അന്ന് ചിത്രീകരണം നടന്നിരുന്ന ഒരു മലയാള സിനിമ പോലും ചിത്രീകരണം നിർത്തിവെച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ക്രൂരമായ വശം. ഇന്നലെ വരെ തങ്ങളുടെ സഹപ്രവർത്തകയായിരുന്ന ഒരു നടി മരിച്ചു കിടക്കുമ്പോൾ എല്ലാവരും പതിവ് പോലെ അന്നത്തെ സ്റ്റുഡിയോകളിൽ അഭിനയം തകർക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ വിജയശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളന്ന് ഉയർന്നിരുന്നു. തമിഴ്നാട് പോലീസ് അന്ന് ഈ കേസ് അന്വേഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ പോലും പിന്നീട് അതൊക്കെ തന്നെ വിസ്മൃതിയിൽ മറയുകയായിരുന്നു. അത് ശരിക്കും ആത്മഹത്യയായിരുന്നോ കൊലപാതകമായിരുന്നോ ഇതൊന്നും ആർക്കും ഇന്നും അറിയില്ല. അത് ആത്മഹത്യയുടെ കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത് എന്ന് മാത്രം നമുക്കറിയാം. അതുപോലെ ഒരു മരണമായിരുന്നു ശോഭയുടേത്. മലയാളത്തിലെ തന്നെ പ്രശസ്ത നടിയായിരുന്ന പ്രേമയുടെ മകളായിരുന്നു ശോഭ. ഒരു ബാലതാരമായി സിനിമാ രംഗത്തെത്തി 14ാമത്തെ വയസ്സിൽ GS പണിക്കർ സംവിധാനം ചെയ്ത ഏകാകിനി എന്ന ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിലൂടെ നായികയായി മാറുകയും പിന്നീട് നിരവധി മലയാള സിനിമകളിൽ അവർ അഭിനയിച്ചിരുന്നു. K. ജോർജിൻ്റെ തന്നെ പ്രശസ്തമായ ഉൾക്കടലിലെ നായിക റിയന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശോഭയായിരുന്നു. ശാലീന സൗന്ദര്യം കൊണ്ട് മലയാളികളെ ഏറെ ആകർഷിച്ച ഒരു നടിയായിരുന്നു ശോഭ. പിന്നീട് എൻ്റെ നീലാകാശം, അതുപോലെ ശാലിനി എൻ്റെ കൂട്ടുകാരി തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ മികച്ച വേഷങ്ങളാണ് അവർ ചെയ്തത്. വളരെ യാദൃച്ഛികമായി പിന്നീട് കേൾക്കുന്ന വാർത്ത അവർ തന്നെക്കാൾ ഒരുപാട് വയസ്സിന് മൂത്ത അവരുടെ കുടുംബ സുഹൃത്തായിരുന്ന ഛായാഗ്രാഹകനും സംവിധാനമൊക്കെയായ ബാലു മഹേന്ദ്രയെ വിവാഹം കഴിച്ചു എന്നുള്ളതായിരുന്നു. അന്ന് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു ഈ വിവാഹവുമായി ബന്ധപ്പെട്ട്. ശോഭയുടെ കുടുംബമൊക്കെ തന്നെ ഇതിൽ ശക്തമായി പ്രതികരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ അത് ശോഭയുടെ ഇഷ്ടമാണ്. 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആരെയും വിവാഹം കഴിക്കുക എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അവർ തമിഴ് സിനിമയായ പശിയിൽ ദുരൈ എന്നൊരു സംവിധാനം ചെയ്ത് പശിയിലെ അഭിനയത്തിന് അവർക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. പക്ഷേ വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഒരു ദിവസം കേൾക്കുന്ന വാർത്ത ശോഭ അവരുടെ വാടക വീട്ടിൽ അവരുടെ മുറിയിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ്. മലയാളികളെ ഏറെ അമ്പരപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നോ എന്ന് ആർക്കും അറിയില്ല. അവരുടെ ഭർത്താവായിരുന്ന ബാലു മഹേന്ദ്രയ്ക്ക് നേരെ പല ആരോപണങ്ങളന്ന് ശോഭയുടെ വീട്ടുകാർ അമ്മ പ്രേമ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിരുന്നെങ്കിലും അതൊന്നും അന്വേഷിച്ചതായിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല അവരുടെ അന്ത്യ സംസ്കാര ചടങ്ങുകൾ നടന്നപ്പോഴും
വിജയശ്രീയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് മലയാള സിനിമയിൽ നിന്ന് അധികം പേര് എത്തിയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും ശോഭയുടെ മരണം ഇന്നും ദുരൂഹമായി നമുക്ക് തുടരുകയാണ്. പക്ഷേ മലയാള സിനിമയിലെ ആരും അന്നോ ഇന്നോ ശോഭയുടെ മരണത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതുപോലെ മറ്റൊരു ദുരൂഹ മരണമായിരുന്നു മലയാളത്തിലെ ഗ്ലാമർ വേഷങ്ങളിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്ന റാണി പത്മിനി എന്ന നടിയുടെയും അവരുടെ അമ്മയുടെയും കൊലപാതകം. റാണി പത്മിനി ഐ വി ശശിയുടെ തുഷാർ എന്ന ചിത്രത്തിൽ നല്ലൊരു വേഷം ലഭിച്ച് അങ്ങനെ കടന്നു വന്നിരുന്ന നടിയാണ്. പിൽക്കാലത്ത് അവർ ഒരുപാട് ഗ്ലാമർ വേഷങ്ങളിലൊക്കെ തന്നെ അഭിനയിച്ചിരുന്നു. പെട്ടെന്നൊരു ദിവസം കേട്ടൊരു വാർത്ത, റാണി പത്മിനിയുടെ അമ്മയും കുത്തേറ്റ് മരിച്ചതിൽ അവരുടെ വീട്ടിൽ കാണപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ വീട്ടിലെ ജോലിക്കാരും ഡ്രൈവറെയും ഒക്കെയാണ് അന്ന് ഈ കേസിൽ പിടികൂടിയത്. അവർ കുറ്റം സമ്മതിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അന്നും പലരും സംശയം ഉന്നയിച്ചിരുന്നു. വീട്ടിലെ ജോലിക്കാരനെയും ഈ ഡ്രൈവറെയൊക്കെ തന്നെ ശരിക്കും അവരെ ഇതിൻ്റെ ഇരകളാക്കുകയായിരുന്നോ എന്ന് പലരും സംശയിച്ചിരുന്നു. പക്ഷേ മലയാള സിനിമാ രംഗത്ത് നിന്ന് ആരും അന്നും ഇക്കാര്യത്തിലൊന്നും ഒരു അന്വേഷണവും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായ വശം. അവരുടെ സംസ്കാര ചടങ്ങിലും പങ്കെടുത്തത് വിരലെണ്ണാവുന്നുള്ള സിനിമാക്കാർ മാത്രമായിരുന്നു. അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ ഈ ഏറെ ദിവസങ്ങൾ ആ വീട്ടിനുള്ളിൽ കിടന്ന് ദ്രവിച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം പോലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി അന്ന് കണ്ടിരുന്നു. റാണി പത്മിനിയുടെയും സംസ്കാര ചടങ്ങിലും മറ്റും അധികം സിനിമാക്കാരൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല. അതുപോലെ ഏറെ കോളക സൃഷ്ടിച്ച ഒന്നാണ് സിൽക്ക് സ്മിതയുടെ മരണവും. മലയാള സിനിമയിൽ ഇണയത്തേടി എന്ന ചിത്രത്തിൽ ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഇണയത്തേടിലൂടെയാണ് സിൽക്ക് സ്മിത മലയാള സിനിമയിൽ എത്തിയത്. പിന്നീട് അങ്ങോട്ട് അവർ തെന്നിന്ത്യ കീഴടക്കുകയായിരുന്നു. അവരുടെ മാദകമായ വേഷങ്ങളിലൂടെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സിൽക്ക് സ്മിത ഒരു കാലത്ത് ഒരുപാട് സിനിമകളുടെ വിജയത്തിൻ്റെ പ്രധാന കാരണമായി മാറുകയും ചെയ്തിരുന്നു. ഒടുവിൽ സിൽക്ക് സ്മിതയെയും അവരുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ അനിത പ്രതാപ് അവരുടെ ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന ആ പുസ്തകത്തിൽ അവർ സ്മിത മരിക്കുന്നതിന് കുറച്ചുനാളും പാരെ ചെന്ന് കണ്ട രംഗം വിവരിക്കുന്നുണ്ട്. അതിൽ അവർ അങ്ങേറ്റം ക്ഷീണിച്ചിരുന്നു, അവർ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെയാണ് അനിതാ പ്രതാപും പറയുന്നത്. ശരിക്കും സ്മിതയാണെന്ന് പോലും അവർക്ക് ഈ സ്ത്രീയെ കണ്ടപ്പോൾ മനസ്സിലായില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഏതായാലും ഒരുപക്ഷെ തെന്നിന്ത്യ തന്നെ കീഴടക്കിയ സിൽക്ക് സ്മിതയുടെ മരണത്തെക്കുറിച്ചും ആരും ഒരു അന്വേഷണവും നടത്തണമെന്ന് ആവശ്യപ്പെട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സിനിമാ രംഗം സ്ത്രീകളോട് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്ന് ഓർക്കുക. പല നടികളും ജീവൻ ഒടുക്കിയിട്ട് പോലും അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ പോലും അന്ന് ഇത്രയും സംഘടനകളൊന്നും ഇല്ലായിരുന്ന ഒരു കാലമാണ്. എന്നിട്ട് പോലും ആരും രംഗത്തിറങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇവർ പലരുടെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും സിനിമാ രംഗത്ത് പ്രമുഖർ എത്തിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എത്രമാത്രം ക്രൂരമായിരുന്നു അന്ന് അല്ലെങ്കിൽ ഇന്നും മലയാള സിനിമ സ്ത്രീകളോട് കാട്ടിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും പലരുടെയും ജീവനെടുത്ത, പലരുടെയും ജീവിതം കശക്കി എറിഞ്ഞ ഒരു മേഖലയായി മലയാള സിനിമയും മാറുകയാണോ എന്നാണ് നമ്മൾ ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കാണുമ്പോൾ സംശയിക്കേണ്ടത്. എക്കാലത്തും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ട ഒരു ഭാഷയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് നമുക്കത് ഇതിൻ്റെ ശക്തി എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.